വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ രാഘവൻ നായർ വിഷ്ണുവിനെ ഓരോന്ന് ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഓരോ ഒഴിവൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ രാഘവൻ നായർ പിന്നീട് വിഷ്ണുവിനെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. വിഷ്ണു കയറി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശാലിനി ഇങ്ങനെ രാവിലെ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ വിഷ്ണുവിനെ ബെഡിൽ കാണുന്നില്ല. തുടർന്ന് റൂമിൽ മൊത്തമൊക്കെ ശാലിനി നോക്കുന്നുണ്ട്. അന്നേരമാണ് തലേ ദിവസം ഫോൺ ചെയ്തതൊക്കെ ശാലിനി ഇങ്ങനെ ഓർമ്മിക്കുന്നത്. വിഷ്ണു ഞാൻ വരാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ അപ്പോൾ ഇവിടെ പോകുന്ന കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശാലിനി ഓർമ്മിക്കുന്നുണ്ട്, വിഷ്ണു പറഞ്ഞത്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ബാൽക്കണിയിലൂടെ വന്നിട്ട് മുറ്റത്തേക്ക് നോക്കുന്നുണ്ട്, വിഷ്ണുവിൻ്റെ വണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം പക്ഷേ ജീപ്പ് അവിടെ തന്നെ ഉണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ താഴേക്ക് വന്നിട്ട് സത്യഭാമയോട് പറയുന്നുണ്ട്. സത്യഭാമ ഹാളിൽ തന്നെയുണ്ട്. രാഘവൻ നായർ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിഷ്ണുവേട്ടനെ കാണുന്നില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ ഞാനൊന്ന് വിളിച്ച് നോക്കാം എവിടെ പോയതാണെന്ന് പറഞ്ഞിട്ട് സത്യഭാമ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം തമിഴാണ് ആൻസറായിട്ട് അത് പറയുന്നത്, കിട്ടുന്നില്ല എന്നുള്ളത് തമിഴ് ഭാഷയിലാണ് കാണിക്കുന്നത്. അന്നേരം തമിഴാണല്ലോ പറയുന്നത് എന്നിങ്ങനെ ഭാമയാണെങ്കിൽ പറയുന്നുണ്ട്. തുടർന്ന് ഭാമയും മുറ്റത്തേക്ക് ഇറങ്ങിയൊക്കെ നോക്കുന്നുണ്ട് വണ്ടിയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വിഷ്ണു എവിടെ പോയി എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. എവിടെയാണെന്നുള്ളത് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതിനുശേഷം ശാലിനിയാണെങ്കിൽ കമലനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം കമലൻ അറിഞ്ഞൂടാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. അന്നേരം നീ വെറുതെ ഉരുണ്ട് കളിക്കല്ലേ, നീ അറിയാതെ വിഷ്ണുവേട്ടൻ എങ്ങോട്ടും പോകില്ല എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. പക്ഷേ കമലിനാണെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയുന്നുമില്ല. അറിഞ്ഞുകൂടാത്ത ആ ഒരു രീതിക്ക് തന്നെയാണ് കമലൻ സംസാരിക്കുന്നതൊക്കെ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ശാലിനിയാണെങ്കിൽ അനുപല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനു എനിക്ക് പേഴ്സണലായിട്ട് ഒരു സഹായം ചെയ്തു തരണം, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം, എന്നിട്ട് ഒരാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആരെക്കുറിച്ചാണ് മാഡം എന്നിങ്ങനെ അനുപല്ലവി തിരികെ ചോദിക്കുന്നുണ്ട്. അത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ ശാലിനി പിന്നെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്, അനുപല്ലവി പറഞ്ഞേൽപ്പിക്കുന്നത് രേഷ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെയാണ്. രേഷ്മ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണല്ലോ കണ്ടത്. അപ്പോൾ ഒരു കേസിൻ്റെ കാര്യത്തിനാണ് വന്നത് വിഷ്ണു എന്നുള്ളത് വിഷ്ണുവിനോട് പറഞ്ഞത് ശാലിനിയും കേട്ടല്ലോ. അപ്പോൾ എന്തായാലും രേഷ്മയുടെ ഡീറ്റെയിൽസ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കാണുമല്ലോ. അപ്പോൾ രേഷ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അനുപല്ലവിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതുമൊക്കെ. ഇത്രയുമാണ് ഈ ഒരു സീനുകളിൽ വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വിഷ്ണുവിന് എവിടെ പോയി എന്നുള്ളതാണ്. വിഷ്ണുവിന് രേഷ്മയുടെ പ്രശ്നം എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പോയതാണോ, അതോ ഇനി വിഷ്ണു തൻ്റെ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് പോയതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. മിക്കവാറും ഇനി ചിലപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കണം. അപ്പോൾ രേഷ്മയായിരിക്കണം ചിലപ്പോൾ വിഷ്ണുവിന് കൂട്ടായിട്ടൊക്കെ പോയിട്ടുള്ളത്. അതോ ഇനി രേഷ്മയുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പോയതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അതിനെ ശാലിനി കണ്ടുപിടിക്കുകയായിരിക്കും എന്താണെന്നുള്ളത്. നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. പക്ഷേ കമലനെ അറിയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും കാണാം. ഓക്കെ, താങ്ക് യു.